ഞങ്ങള് പോട്ടെ? സന്തോഷായ? ഞങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തിച്ചിട്ട് അങ്ങ് സേഫാണ്, ഒരു ടെൻഷനും വേണ്ട. കേട്ടില്ലേ? ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പാർട്ട് 2 വ്ലോഗ് ആണ്. അല്ലമ്മ, പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്പാപ്പനെ അങ്കിളിനെ നമുക്ക് പിന്നെ മിനിഞ്ഞാന്ന് പോയി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ വരുന്നവരെ എവിടെയും പോവരുത് എന്നൊക്കെയുള്ള പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അപ്പാപ്പനെ ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മൂവാറ്റുപുഴയിലുള്ള സ്നേഹവീട് എന്ന് പറയുന്നവര് ഏറ്റെടുക്കാൻ റെഡിയാന്ന് പറഞ്ഞു. നല്ലൊരു ഫാമിലി നടത്തുന്നവര് നല്ലൊരു സ്ഥലമാണ്. അവിടെ എന്തായാലും അങ്കിള് സേഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതും എനിക്കില്ല. എന്താ പറയാ, യാതൊരു പേടിയില്ല. അങ്കിൾ എന്തായാലും സേഫ് ആണ്. നമ്മൾ വിചാരിച്ച കരങ്ങളിൽ തന്നെ അങ്കിൾ എത്തും. പക്ഷെ അതിനു മുന്നേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്താ വെച്ചാല് പോലീസ് സ്റ്റേഷനിൽ പോകണം. കാരണം ആ അങ്കിൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. അപ്പൊ ആ ഭാഗത്തിൽ ആ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പേപ്പർ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലീഗലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നാളെ എന്തേലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മക്കായാലും ആ ഏറ്റെടുക്കുന്നവരുടെ സ്ഥാപനത്തിനായാലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷെങ്കില് ഇറങ്ങാതിരിക്കാൻ വയ്യ. കാരണം അങ്കിള് സത്യം പറഞ്ഞ അവിടെ കൊതുകടി ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിലായിട്ട് നിൽക്കുന്നതാണ്. കാരണം കാലിന് മുറിവും കൊണ്ടൊരു വ്യക്തി നമ്മളെയും പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തുനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്രയും വേഗം എത്തിയിരിക്കും. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കാണാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാരും പ്രാർത്ഥന കൂടെ വേണം അങ്കിള് സേഫ് ആയിട്ടിരിക്കാൻ, അങ്കിളിന് എല്ലാം ഒരു വിഷമവും ഇല്ലാണ്ട് നല്ല രീതിക്ക് നിൽക്കാന് എല്ലാം. നിങ്ങളെ ഈ ഒരു പ്രശ്നം ഇല്ലാണ്ട് അങ്കിളിനെ നമുക്ക് അവിടെ എത്തിക്കാനുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾ കൂടെ വേണം. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കമ്മീഷണർ ഓഫീസർ വീഡിയോസ് ഒന്നും എടുത്തൂടാ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോ പോയിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ ഫോണ് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരോട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പൊ 11 ഇരിക്കേണ്ടത്. 11ാമത്തെ ഇവിടെ പോകാനല്ലേ പറഞ്ഞ നമ്മളോട് CP എന്തോ. നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇത് നല്ലൊരു കാര്യത്തിനുള്ള തുടക്കമായോണ്ട് നമുക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലാതെ ശരിയാവും. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ എത്രയും വേഗം ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കടമ്പ. അത് ചെയ്തിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ. 11ാമത്തെ നിലയിൽ നിന്ന് കാണാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. അടിപൊളിയല്ല? അത് അല്ലുക്ക് കാണിച്ചു തരാം. ഓനെടുത്ത് കാണിച്ചു. ഞങ്ങളിവിടെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് പോയി. നല്ല സഹകരണമായിരുന്നു. അവർ എല്ലായിടത്തും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയി സംസാരിക്കാൻ പറഞ്ഞ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാ 2 പേര്. നമ്മൾ അങ്ങനെ ഇറങ്ങി. എന്നിട്ടുള്ളത് സെൻട്രൽ പോലീസ് സ്റ്റേഷനല്ലേ? അടുത്തുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോണം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവരെ ഇതില് നമുക്ക് ഒന്നെങ്കിൽ അവരെ വണ്ടിയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂവാറ്റുപുഴ കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം ഇവിടെ തന്നെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഉണ്ട്. നമ്മൾ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ പോക്കാണ്. ആ അങ്കിൾ അവിടെ ഉണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോണം. അപ്പൊ നമുക്ക് നോക്കാം. ബൈ. നമുക്ക് ആ അങ്കിൾ ഉണ്ടോ നോക്കാം. നമ്മളിപ്പൊ ഇതാ ഈ ഭാഗത്താണ് ഉണ്ടാവുന്നത് പ്രാവുകൾ അവിടെ ഉണ്ടാവും. ഇതാ പ്രാവുകളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെയാണ് നോക്കാം. അങ്കിളേ, നമുക്ക് പോണ്ടേ? ഇന്ന് പോയാലോ? പോലീസ് വണ്ടി കയറുവോ? പ്രശ്നമൊന്നുമില്ല അല്ലെ? അപ്പൊ ഞാന് ഇവിടെ സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ പള്ളുരുത്തി എന്ന് പറഞ്ഞ, ഞാൻ ശരിക്കും വിചാരിച്ച് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിടാണ്. പക്ഷെങ്കിൽ അത് ഒരു
പ്രൈവറ്റ് സ്ഥാപനം. ഇതാകുമ്പോ നമ്മളെ ഗവൺമെന്റിന് തന്നെ ഉണ്ട്. അപ്പൊ അങ്കിളിന് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടും, ഫുഡ് കിട്ടും, കിടക്കാനുള്ള സൗകര്യം കിട്ടും. പോരെ? അപ്പൊ ഞാൻ സ്റ്റേഷനിൽ ഇനി എനിക്കിന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോണം. അപ്പൊ ഇവിടെ അങ്കിൾ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണ്ട എനിക്ക് ചെയ്യാൻ. ഞാൻ അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങൾ പോയി സ്റ്റേഷനിൽ പേപ്പർ വാങ്ങിയിട്ട് ചിലപ്പോ പോലീസുകാരുണ്ടാവും, പേടിക്കണ്ട, അവര് നിങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നതാന്ന് വിചാരിച്ചത് കേട്ടാ. അപ്പൊ ഞങ്ങള് വേഗം പോയിച്ചേരേ. ഇവിടെ തന്നെ ഇരിക്കണം കേട്ടാ. ഭക്ഷണം കഴിച്ചനാ? കഴിച്ചാ? അന്ന് ഞാൻ പോയിച്ചേരേ. കണ്ണാപ്പിയത് ഓടിക്കളിക്കുന്ന പ്രാവിന്. അപ്പൊ ഗൈസ് അവിടെ സേഫ് ആണ്, ആള് സേഫ് ആണ്, ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടുള്ളത്. നല്ല ചിരിച്ച് നിക്കുന്നുണ്ട്. അതാ ഹാപ്പി. പോലും എടുക്കാണ്ടാണ് അങ്കിളിന് വേണ്ടിട്ട് പുറകെ. അതന്നെ. നമ്മളെന്തായാലും ഇന്നെന്തായാലും വീഡിയോ എടുത്തിട്ട് പോലും. അപ്പം നമ്മൾ ഇന്ന് തന്നെ പ്രാവുകളെ ഓടിച്ചു കൊടുക്കും. ബാ കണ്ണാപ്പി, നീ വരുന്ന അത് അവര് ഓടിവാ. നിന്നെ പറഞ്ഞ വണ്ടി ഓടിക്കളിക്കല്ലേ. നേരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലല്ലുമ്മ, അവിടത്തേക്ക് പോക്കാണ്. അല്ല, അവിടെ എന്തിനാ നമ്മള് പോകുന്നേ? നമ്മളവിടെ പോയി അവിടുന്ന് അവരാന്ന് എത്തിച്ചു തരാന്നാ പറഞ്ഞത്. അവിടെ നമ്മളിപ്പോ കമ്മീഷൻ ഓഫീസിലല്ലേ പോയത്. അപ്പൊ ഇവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ അവിടെയാണ് നമ്മള് കാര്യങ്ങൾ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാനുള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മള് പോകുന്നു. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോണിന്റെ ഫ്ലാഷ് അതുണ്ടാവും. അപ്പൊ നമുക്ക് പോവാം. ഇതിനുള്ളില് വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ നമ്മളായി കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ പറയുന്നതായിരിക്കും. അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് ഒന്നും കൂടി പോയിട്ട് എടുക്കണം. സാറല്ല, വെയിലാണ്, ക്ഷീണുണ്ട്, കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്ന് പോയിട്ട് വാങ്ങിയിട്ട് വന്നാൽ ഇവർക്ക് അത് പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. നമ്മള് പോകുന്ന അവർക്ക് പ്രൂഫ് ഉണ്ടോ ചോദിക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിലേക്ക്. പ്രൂഫ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. എനിക്ക് ആകെ ടെൻഷനായി. ഇത്രയും ചെയ്തിട്ട് വച്ചോനെ ആധാർ കാർഡെല്ലാം ഉണ്ടാമോ? പക്ഷെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച ബില്ല് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇല്ലാണ്ടിരിക്കൂല. കാരണം ഇങ്ങനെ സെക്യൂരിറ്റി ജോലിയെല്ലാം ചെയ്തല്ലോ. അതെ, ഉണ്ടാവുമായിരിക്കും. ഡോണ്ട് വറി, എന്തായാലും പോസിറ്റീവായിട്ടേ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് മിസ്സായി എന്ന് പറഞ്ഞു മക്കളെ. പിന്നെ എങ്ങനെയല്ലോ കൂടി തപ്പിപ്പിടിച്ചതാ ഒരു ആധാർ കാർഡിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ആള് ഞാൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണ്ട നമ്മളെ. ഇപ്പൊ ചിരി വന്നു മുഖത്ത് അല്ലേ. ഇനി ഉഷാറാണം അല്ലേ, സമാധാനത്തിൽ ഉറങ്ങാം. അവിടെ കാലിൻ്റെ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഡോക്ടർമാരുണ്ട്, നോക്കും, ഭക്ഷണം തരും. നമ്മളിത് പോയി കൊടുത്തിട്ട് വരാട്ടെ. അതിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുതരാം. പറ്റുമെങ്കിൽ ഇതിൻ്റെ ഞാൻ മറ്റേ ലാമിനേഷൻ ചെയ്തിട്ട് ശരിക്കുള്ള ആധാർ കാർഡ് പോലെ ആക്കിത്തരാം കേട്ടാ. നമ്മൾ പോയിട്ട് വരാം. അങ്ങനെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ തന്നു. ഇന്നേ വ്യക്തിനെ ഇന്ന സ്ഥലത്ത്, ആരോരും ഇല്ലാത്ത മോഹൻ എന്ന് പറയുന്നവരെ ഇന്ന സ്ഥലത്ത് ആക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററും അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ആധാർ കാർഡും. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പോലീസുകാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോക്കാണ്. എല്ലാം സെറ്റായി. ഇനി അവരെ അവിടെ ആക്കും. അപ്പൊ നമ്മളും പോക്കാണ്. വരുന്നുണ്ട് പോലീസ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്കിളുടെ ഒരു വീഡിയോ ഇട്ടപ്പോ കുറെ ആൾക്കാർ ആ വീഡിയോ കണ്ടപ്പോ അങ്കിളിനെ നമ്മൾ തന്നെ ഒന്ന് എത്തിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞ ഒരു അഗതി ബന്ധത്തിൽ എത്തിച്ചു തരുമോ. അപ്പൊ അതിന്റെതെല്ലാം ശരിയാക്കി. ഞാൻ ഇത്രയും സമയം ഞാൻ വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായി കേട്ടാ, വിഷമിക്കണ്ട, എല്ലാം സെറ്റാ. നമുക്ക് അവിടെ പോവാ. നമ്മള് അങ്കിളിനെ പോലീസുകാര് കയറ്റി. ഇനി നമ്മള് അങ്കിളിനെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കലിൽ ഇതെടുക്കണം അല്ലേ. മെഡിക്കലിൽ എടുത്തിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വലിയൊരു കടമ്പ തന്നെ കടന്നു. അല്ലാതെ ഒത്തിരി അലഞ്ഞ്, എന്നാലും വേണ്ടില്ല അങ്കിളിനെ സേഫായ സ്ഥലത്ത് എത്തിക്കാന്നുള്ള ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും സേവ് ചെയ്യാൻ പറ്റി. അതന്നെ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പം പോലീസുകാർ വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. അതിനിപ്പോ മെഡിക്കലൊക്കെ എടുക്കണം എന്നാ പറയുന്നത്. മെഡിക്കൽ എടുക്കാൻ ഇപ്പൊ ഞങ്ങൾ ഓരോട് പോകേണ്ടി വരും.
പോവാം, പ്രശ്നമില്ല. അതും നമ്മൾ ചെയ്തു കൊടുക്കല്ല. അതി എന്റെ അവിടെ കൊണ്ടുവിട്ടിട്ടേ ഞങ്ങളിനി വീട്ടിലോട്ടുള്ളൂ, എത്ര ലേറ്റ് ആയാലും അല്ല. അതി വെള്ളം വേണം. വെള്ളം വേണോ? വാങ്ങിത്തരേ. എന്താ പറയാനുള്ള? ഹാപ്പിയാണ്. ഇത്രയും ഒരാളെ സേവ് ചെയ്ത നല്ല കഷ്ടപ്പാടുള്ള ഒരു അങ്കിളാണ്. ഇത്രയും അങ്കിളിനെ ഞാൻ ഉമ്മാക്കും അതേപോലെ ഭയങ്കര ഉമ്മാക്കൊരു ഇതേനു. എന്തായാലും അയാളെ നല്ല സേഫ് ആയ സ്ഥലത്ത് എത്തിക്കണം എന്നുണ്ടോ. എന്തായാലും ഉള്ളില് എന്തോ ചെക്കപ്പും കാര്യങ്ങളും, നമ്മളിങ്ങനെ പുറത്തിടി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും സന്തോഷമല്ല അതി, ഇത്രയും വരെ എത്തിക്കാൻ പറ്റി. ഓരോരുത്തരുടെ പ്രാർത്ഥന ഉണ്ടായി അങ്കിൾ എന്തായാലും സേഫായ സ്ഥലത്തെത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്കിളുടെ എല്ലാ ട്രീറ്റ്മെന്റിന്റെ എല്ലാ റിപ്പോർട്ടും കിട്ടും, മെഡിക്കൽസിന്റെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ അങ്കിള് ഭാഗ്യം, അങ്കിളിന് ഇങ്ങനെ കിട്ടിയല്ല, നമ്മള് ഒരാളെങ്കിലും സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മള് പള്ളുരുത്തി സ്നേഹ വീട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പോകുന്നത്, സ്നേഹഭവൻ. അപ്പൊ നമുക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണിച്ചു തരാം. പോലീസുകാര് മുന്നേ ഓടിയിട്ടുണ്ട്, നമ്മൾ അവരോട് എത്തുമെന്ന് അറിയില്ല. നമ്മള് പക്ഷെ ഡയറക്ഷൻ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. സത്യം. അപ്പൊ ഗൈസ്, നമ്മള് അങ്കിളിനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോലീസുകാരെ വേണ്ടി അങ്ങ് എത്തി. നമ്മള് പിന്നെ ഓരോ വയ്യത്താലെ പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് ഉള്ള സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എവിടെയാ ഫോർട്ട് കൊച്ചി പോകുന്ന ഭാഗത്തല്ലേ. സ്ഥലത്തിന്റെ പേര് എവിടെടാ പോലീസുകാർ പറഞ്ഞ സ്ഥലത്തിന്റെ പേര്? പള്ളുരുത്തി പള്ളുരുത്തി ഡോൺ ബോസ്കോ എന്നാണ് കാണിക്കുന്നത്. അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷന്റെ ഡയറക്ഷൻ ഇട്ടിട്ട് അവിടുന്ന് സ്നേഹഭവൻ അവിടത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങില്ല. ബാക്കി അവിടെ എത്തിയിട്ട് നമ്മള് കാണിച്ചിട്ടുണ്ട്. ഞങ്ങള് പോട്ടെ, സന്തോഷായ? ഞങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തിച്ചിട്ട് അങ്ങ് സേഫ് ആണ്, ഒരു ടെൻഷനും വേണ്ട. കേട്ടില്ലേ? നമ്മളിടക്ക് വരും കേട്ടാ, കാണാൻ വേണ്ടി വരാ, സാധനം വാങ്ങിട്ട് വരാം. അപ്പൊ അങ്കിളുടെ കയ്യിലുള്ള ഈ പൈസക്ക് സാധനം ഞാൻ വാങ്ങിത്തരാം കേട്ടാ. പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ. എന്നിട്ട് ഇവിടെ ഒരു പൈസ ഒന്നും വേണ്ട, അങ്കിളിന്റെ ട്രീറ്റ്മെന്റ് നടക്കും. 2 ഫുഡും ഉണ്ടാവും എല്ലാ നേരവും. ഒരു ടെൻഷൻ വേണ്ട, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല. അങ്കിളുടെ കാര്യം, അങ്കിളിന് സന്തോഷായില്ലേ? കുറച്ച് സാധനങ്ങള് അവർക്ക് വേണ്ടി നമ്മള് വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ് 2 കയ്യില് സാധനമൊക്കെ വാങ്ങിയിട്ട് എന്നാ അതി മോഡന്റെ ഇങ്ങോട്ട് വാ. അങ്ങനെ നമ്മള് സേഫ് ആയിട്ട് അങ്കിളിനെ അവിടെ കൊണ്ടാക്കി വരുന്നുണ്ട്. അങ്കിള് ഹാപ്പിയാണ്, ഞങ്ങള് ഭയങ്കര ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട് അങ്കിളിനെ അവിടെ എത്തിക്കാൻ പറ്റി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാൻ വേണ്ടിട്ട് ഇടുന്ന വീഡിയോ ഒന്നും അല്ല. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീട്ടിലൊരാളെ പോലെ കണ്ട്, എന്റെ ഉപ്പാനെ പോലെല്ലാം കണ്ട്, പാപ്പാനെ പോലെല്ലാം കണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പോലീസുകാര് വരെ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊരു വരുമാനമായിരിക്കാം, പക്ഷെങ്കില് നിങ്ങൾ എന്തിനാ ഇങ്ങനെ, പക്ഷെ ഞങ്ങള് റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു റിസ്ക് അല്ല, ഇതൊരു കടമ പോലെ ഞങ്ങള് കളി. നമുക്ക് ഇതുപോലെ ഒരു ജോലിയാണ്, ഈ പാവങ്ങളെ സംരക്ഷിക്കുക, അതേപോലെ അവർക്ക് മണി ചലഞ്ച് കൊടുക്കുക. ഒരു ദിവസം ഫുള്ള് അതിന്റെ പുറകെ ഞങ്ങൾ ശരിക്കും കുറെ ദിവസമായി ഇങ്ങനെ ചലഞ്ചിന്റെ പുറകെ നടന്നിട്ട് സത്യം പറഞ്ഞ കുറെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തെല്ലോ ഓരോ പ്രാവശ്യം ചലഞ്ച് എടുക്കുമ്പോ ഓരോ പ്രശ്നത്തിൽ പെടും, അങ്ങനെ ഇങ്ങനെയല്ല. അപ്പൊ ഇന്നെങ്കിലും കുറച്ച് വീഡിയോ കവർ ചെയ്ത കുറച്ച് ദിവസം പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ ചെയ്യണം. ഇതാകെ ഞങ്ങൾ എടുത്ത 2 വീഡിയോ ആണ്. അതിനെ കൊണ്ട് എടി ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ട് നമ്മക്ക് ഇനി പോണ്ടത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാം, അവിടുത്തെ വീഡിയോസ് എന്തുകൊണ്ട് വെച്ചാല് അങ്കിളുടെ കാര്യം മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെങ്കിൽ അവിടെ ഞങ്ങൾക്കുള്ള വീഡിയോസ് എടുക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതൊരു പ്രൈവറ്റ് സ്ഥാപനം അല്ലാത്തോണ്ടായിരിക്കാം, അവര് അലോഡ് അല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെങ്കില് നമ്മൾ അവരെല്ലാം ഉള്ളിൽ പോയി കണ്ടു, അങ്ങോട്ട്. അപ്പൊ നമ്മള് അവരെ എല്ലാരും ഉള്ളില് പോയിട്ട് ഓരോ വ്യക്തികളെയും കണ്ട് എല്ലാരോടും സംസാരിച്ച് സ്നേഹപൂർവ്വം ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങള് വന്നത്. എന്തായാലും അങ്കിളവിടെ സേഫാണ്. അങ്കിള് കിടക്കുന്ന റൂം ഒക്കെ കണ്ടു. എന്തായാലും ഞങ്ങള് സന്തോഷായി. അങ്കിളിന് നല്ല സങ്കടം പോലെ ഉണ്ടായിരുന്നു.
സന്തോഷക്കണ്ണീരാണ്. എന്തായാലും ഞാൻ സേഫായ സ്ഥലത്ത് എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷം മതി ഞങ്ങൾക്ക് അതിലൊരു ലാഭം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പഠിച്ചോന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് അതിനുള്ള പഠിച്ചോൻ തന്നോളൂടാ, അത് മതിയല്ലോ. അടച്ചോ നമുക്കൊരു വഴി തരും. മക്കളെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. സോ ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോസ് കണ്ട എല്ലാരും നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് 6:30 മണി കഴിഞ്ഞു, 7 മണി ആവാനായി, ഞങ്ങൾ ഇരുട്ടാവാനായി. അപ്പൊ എന്തായാലും ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാരും പ്രാർത്ഥന ഞങ്ങളെ കൂടെ വേണം. ഇനി ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളിങ്ങനെ സാധാരണക്കാരിൽ തന്നെ ഇറങ്ങും. മക്കള് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എന്റെ ഒരു മോറൽ സപ്പോർട്ടും കൂടി അവർക്ക് ഞാൻ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും എല്ലാരും സ്നേഹിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സെന്റെ മക്കൾക്ക് കൊടുത്തോണ്ട് അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള കുറെ വീഡിയോസ് ഞങ്ങള് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ നമ്മളെ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.